ഹല്ലേലൂയ. ഞാൻ ഡയറക്റ്റ് വന്നതിനെ സംസാരിക്കാൻ കയറി വന്നൊക്കെ താല്പര്യപ്പെടുകയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ നമുക്കെല്ലാം സുഹൃതമായ വാക്യമാണ്. 4:9 മുതൽ 9-ഉം 10-ഉം വാക്യം ചേർന്ന് വായിക്കാം. ഒന്ന് ദിനവൃത്താന്തം 4-ന്റെ യെസ് പൈസലോൺ മതി. ദൈവത്തിന് സ്വന്തം ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്വന്തം ഞങ്ങൾ ദിവസത്തിലേക്ക് സമയഭേദം കൂടാതെ കൃപാസനത്തിലേക്ക് അടുത്ത് വരികയാണ്. തന്നിരിക്കുന്ന വേദശകലങ്ങൾക്കായി സ്വന്തം ആത്മമണ്ഡലങ്ങൾക്കെതിരെ അടരാടുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെ യേശുനാമത്തിൽ ബ്ലോക്ക് ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് കാലത്തിനകത്ത് ചലിക്കേണ്ട സമയപരിധിക്കുള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി ഞങ്ങൾ ഒന്നിച്ചെനിക്കും സംസാരിപ്പാൻ ബലപ്പെടുത്തും. കോമ്പൗണ്ടിൻ്റെ അകത്തലങ്ങളെല്ലാം ദൈവത്തിന് ഞങ്ങൾ കൈമാറുന്നു. ഞങ്ങളുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറച്ച് ഞങ്ങൾ ഒന്നിച്ചെനിഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വേഗത്തിൽ കടന്നു പോകാൻ താല്പര്യപ്പെടും. യെബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ അവനെ ബസലത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവന് യെബേസ് എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചില മാതാക്കളുടേതാക്കുന്ന വ്യസനത്തെ തമ്പുരാൻ മാറ്റാൻ പോകുകയാ. ചില തലമുറകളുടെ വ്യസനത്തെ തമ്പുരാൻ മാറ്റാൻ പോകുകയാ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഭാരപ്പെടുന്ന ചില വിഷയത്തിന് നടുവിൽ അക്കമിട്ട് ചില മറുപടികൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുകയാ. പ്രിയദിവാസം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമേൻ, പരിശുദ്ധ ആത്മാവിൻ്റെ കാറ്റ് 4 ദിക്കുകളിൽ നിന്ന് വീശുവാനിടയാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില 4 വിഷയങ്ങൾക്ക് ചില പരിഹാരം തമ്പുരാൻ ഈ പ്രാർത്ഥനയോട് നഗത്തലങ്ങൾ ചില മറുപടികൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലം ചില വ്യസനത്തിന്റെ മാർഗങ്ങൾ തമ്പുരാൻ മാറ്റാൻ പോകുക. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി നീ എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തണം. ഇന്ന് പകൽക്കാലം ചില മറുപടികൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്നവർ സ്വതന്ത്രം പറഞ്ഞാട്ടെ. ചില വ്യസനങ്ങൾ മാറാൻ പോവുക. നീ സങ്കടത്തോടെയാണോ ദിവസം കടന്നു വന്നത്? നിന്റെ തലമുറയോർത്ത് നീ ഭാരപ്പെടുന്ന വിഷയമാണോ? അഥവാ തലമുറ അമേശ്വരത്തിൽ നീ ആയിരിക്കുന്ന വിഷയമോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിനക്ക് വേണ്ടി ചില കരുതലുകൾ സ്വർഗം വെളിപ്പെടുത്താൻ പോകുക. അവൻ ആ വാക്യങ്ങൾ ഓടിച്ച് വായിപ്പാൻ താല്പര്യപ്പെടുക. വായിച്ചാട്ടെ. 10-ാം വാക്യം. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എബേസ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വ്യസനമുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെ ആക്കം കൂടാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചാൽ ചില വ്യസനങ്ങൾ തമ്പുരാൻ എടുത്തു മാറ്റും. ആമേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ, ചിലത് മുദ്ര കുത്തി വെച്ചിരിക്കുന്ന ചില മണ്ഡലമുണ്ട്. ഇവനെ കൊണ്ട് ശരിയാകത്തില്ല, ഇവൻ ശരിയാകത്തില്ല, ആമേ, മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ല എന്നെല്ലാം പറഞ്ഞ് സ്വന്തം വിധി എഴുതി തള്ളിയതായ ആമേ ചില സാഹചര്യം ആമേ ജീവിതത്തിൽ കടന്നു വരുന്ന ആമേ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദിവസങ്ങളിൽ തമ്പുരാൻ അത് മാറ്റിമറിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ നേരത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സഭയ്ക്ക് ആമേ ഞങ്ങളുടെ മാതൃചർച്ചിലെ ഒരു ദിവാസിൻ്റെ കുഞ്ഞ്, അവൻ വളരെ വികൃതിയായിരിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പപ്പ ശരിക്കും അവനെ അടിക്കും. പ്രൈസ് ദി ലോർഡ്. ശരിക്കും അടിക്കും. സോ ഈ പ്രശ്നങ്ങൾ അവൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ആമേ സ്വന്തം അവൻ സ്കൂളിൽ ചെല്ലുമ്പോൾ ആമേ സ്വതി ആ സ്കൂളിലുള്ള പൂന്തോട്ടം എല്ലാം പറിച്ച് കളയും. ആമേ കുഞ്ഞുങ്ങളുമായിട്ട് വഴക്കിടും. മാത്രമല്ല ഒരിക്കലും പുള്ളി പറഞ്ഞൊരു കാര്യം എപ്രകാരമാണ്, ഒരു ബെഞ്ചും കൂടെ മറിക്കാൻ പറ്റിയില്ലെന്ന് എന്ന് പറഞ്ഞാൽ അത്ര പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആമേ കുഞ്ഞാ. സ്വന്തം അല്ലല്ല. ആ കുഞ്ഞിനെ എപ്പോഴും ആമേ ദിവാസൻ എന്ത് ചെയ്യുക? അടിക്കും. അടിച്ചാൽ തീരുന്ന വിഷയമല്ല. ഇന്ന് പകൽക്കാലം ദൈവസേന വെച്ച് കൊടുത്താൽ അതിനകത്ത് ഇവിടെ ഞാൻ അന്നും പറയും, ആമേ പ്രൈസ് ദി ലോർഡ്, ദൈവസേന പ്രാർത്ഥിച്ചാൽ ഇവൻ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ആമേ നാളുകൾക്ക് അപ്പുറത്ത് ആമേ സ്വന്തം ബുദ്ധി ആമേ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞായിരുന്നു. അതിനപ്പുറത്ത് ആമേ ഞങ്ങളുടെ ചർച്ചകളിൽ നിന്ന് ഒരു ദൂര സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി ആമേ എവിടെ പോയാലും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുക എന്നൊക്കെ നമ്മുടെ യാത്തിലും കർത്താവ് എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞ് SLC എക്സാം എഴുതുന്ന സമയത്ത് താൻ പറഞ്ഞു, പാസ്റ്റർ ഞാനിങ്ങനെ എക്സാം എഴുതുകയാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. ആമേ സ്തോത്രം. ആമേ എന്നെ വിഷയമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. പ്രാർത്ഥിപ്പാൻ എന്നൊക്കെ നമ്മുടെ യാത്തിൽ നല്ല മാർക്കോടെ തമ്പുരാൻ പാസ്സാക്കി. സ്തോത്രം. അതിനപ്പുറത്ത് ആമേ ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ +2 കഴിഞ്ഞ് താൻ പോയി ഇന്ന് മിടുക്കനായ ഒരു പയ്യനായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്ഥിതികളെ തമ്പുരാൻ മാറ്റിമറി. എവിടെ എഴുതി തള്ളിയ വിഷയമുണ്ടോ അതിൻ്റെ അകത്തൊരു മഹത്വം തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. തള്ളിക്കളഞ്ഞ കല്ല് തമ്പുരാൻ മൂലക്കല്ലാക്കി മാറ്റുകയാണ്. ഇന്ന് പകൽക്കാലം അവൻ നിന്നെ നോക്കി വിധി എഴുതിയ വിഷയങ്ങളുടെ നടുവിൽ അവൻ ചിലത് തമ്പുരാൻ തിരുത്തി കുറിക്കാൻ പോകുകയാണ്. അവൻ്റെ മനഘടകസ്യാതന മാതാപിതാക്കൾ നിന്നെ നോക്കി വിധി എഴുതിയതാ, ചാർച്ചക്കാർ നിന്നെ നോക്കി വിധി എഴുതിയതാ, സഭക്കാർ നിന്നെ നോക്കി വിധി എഴുതുക, ദേശം നിന്നെ നോക്കി വിധി എഴുതിയതാ. ഇത് ശരിയാകാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് മുദ്ര കുത്തിയ ചില വിഷയങ്ങൾ, ചില പൈശാചിക മുദ്രകള് ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം പൊട്ടിക്കാൻ പോകുകയാ. ചില വ്യസനങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം എടുത്തു മാറ്റാൻ പോകുകയാ.
ഓ റിബ ബ 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 അർത്തനാദന ഘടക സന്ദനാദന പ്രഭ അർത്താജഗന വൈഡ പ്രവനവനംദന വൈശ പ്രവാലക. ഓ ജീസസ് ജീസസ് ഹല്ലേലൂയ. ഓ സ്ഥിതികളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യ, സ്ഥിതികളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യ. ഇന്ന് പകൽക്കാലം അവൻ കണ്ടാൽ അവനാണോ ഇവനെന്ന് പറയത്തക്ക നിലകൾ നിന്റെ സ്ഥിതികൾക്ക് മാറ്റം അവൻ കുറിക്കുവാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലതയോ. ഇന്നലെ നമ്മൾ അവിടെ ചിന്തിച്ചതുപോലെ ആ മുടന്തനായ മനുഷ്യന്റെ മുടന്ത തമ്പുരാൻ മാറ്റുവാനൊക്കെ നമ്മുടെ ആമേ പ്രൈസ്തലോ. ഇന്ന് പകൽക്കാലം ലോകത്തിന് അത്ഭുതം കുറുമാറ് ചില വീതികൾ തമ്പുരാൻ നിനക്ക് വേണ്ടി പുറപ്പെടുവിക്കാൻ പോകുകയാ. അത് സ്വീകരിക്കുന്നവർക്കായി സ്തോത്രം പറയുകയാണ്. ചില മാന്യതകൾ തമ്പുരാൻ വെളിപ്പെടുത്താൻ പോകുകയാണ്. ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും കേട്ടോ. ആരും നിന്നെ മാനിച്ചില്ലലും ദൈവം നിന്നെ മാനിക്കും. നിനക്കൊരു ദർശനമുണ്ടോ? നിന്റെ തലമുറകളെ കുറിച്ച് നിനക്കൊരു പദ്ധതിയുണ്ടോ? അതിനേക്കാൾ ഉപരി നിന്നെക്കുറിച്ച് നിന്റെ തലമുറകളെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ആ തലത്തിലേക്ക് തമ്പുരാൻ നിന്നെ എത്തിപ്പോന്നൊക്കെ നമ്മുടെ യാത്ര. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഇവൻ വ്യസനപുത്രനായിരുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ പ്രാർത്ഥിച്ചു. അവൻ വ്യസനപുത്രനാണെങ്കിലും അവൻ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുന്ന ഒരു പൈതലായി. ആമേൻ. ഹല്ലേലൂയ. യെബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് സ്തോത്രം അനർത്ഥം എനിക്ക് നീ എന്നെ നിശ്ചയമായിട്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ പ്രഭാതത്തിൽ ഇവിടെ കടന്നു വന്ന സന്ദർഭത്തിൽ ഹാലലൂയ അവിടെയായിരുന്നു എൻ്റെ ഭാഷ. ഞങ്ങൾ സ്തോത്രമല്ല പരുത്തുംപാറയിലായിരുന്നു കൊണ്ട് നേരത്തെ കടന്നു വരും. ഞാനും ചോനച്ചാനും ദിവസം കൊണ്ട് കടന്നു വരുമെന്നൊക്കെ സ്തോത്രം ഇടയായി. ഞാനിവിടെ ഇന്ന് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ തക്കണം ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം എപ്രകാരമാണ്. ആ യാക്കോബിനെ അനുഗ്രഹിച്ച സ്വർഗ്ഗത്തിലെ ദൈവമേ, താൻ പ്രാർത്ഥിച്ചൊരു കാര്യം എപ്രകാരം നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് പകലക്കാലം അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഇന്ന് പകലക്കാലം അനുഗ്രഹിക്കാൻ തമ്പുരാൻ നിന്നെ മടക്കി വിടത്തില്ല. വിശ്വസിക്കുന്നവർ കരമൊത്തി സ്തോത്രം ചെയ്താട്ടെ. അവൻ നിശ്ചയമായിട്ട് നിന്നെ അനുഗ്രഹിക്കുന്നതയ്യോ. ആരും നിന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകലക്കാലം ഇതിനകത്ത് വെളിപ്പെട്ട് വരുന്ന വിധങ്ങൾക്ക് ഞാൻ സ്തോത്രം പറഞ്ഞ് ഓടിച്ച് കടന്നു പോകാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. അവൻ ഇസ്രായേൽ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്നപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. പ്രൈസ് ദി ലോർഡ്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് കൊടുത്തു. ഇന്ന് പകൽക്കാലം അപേക്ഷകളെ ഉപേക്ഷിക്കാത്തൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനകൾക്കൊക്കെ വ്യക്തമായിട്ട് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ യാചിക്കുന്ന, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന, ദൈവസേന വെച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് അക്കമിട്ട് പറഞ്ഞ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് അക്കമിട്ട് ചില മറുപടികൾ സ്വർഗം വെളിപ്പെടുത്തുകയാ. അപേക്ഷിച്ചതൊക്കെയും യഹോവ അവന് കൊടുപ്പാന്നൊക്കെ നമ്മിടയായി. ഇന്ന് പകൽക്കാലം നമ്മുടെ അപേക്ഷകളുടെ മേൽ ഒരു ദൈവപ്രവൃത്തി തമ്പുരാൻ വെളിപ്പെടുത്തും. മറുപടികൾ തമ്പുരാൻ വെളിപ്പെടുത്തി ദൈവം നമ്മെ സഹായിപ്പാൻ നോക്കാൻ നമ്മുടെ യാത്ര. അതുകൊണ്ട് അമേ സ്വതം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥന നിർത്തിക്കളയരുത്. പലരും നിന്നെ എഴുതി തള്ളുമ്പോൾ നീ പ്രാർത്ഥന നിർത്തിക്കളയരുത്. ദൈവസേനയിൽ അഭയം പ്രാപിപ്പാൻ, മുട്ടുമടക്കുവാൻ, ദൈവത്തോട് ഏറ്റ് പറയുവാൻ, ദൈവസേനയിൽ കരയുവാൻ നീ തയ്യാറായാൽ നിശ്ചയമായിട്ടുമുള്ള ദൈവിക ആശീർവാദങ്ങൾ നിന്റെ തലമേ തന്ന് ദൈവം നിന്നെ മാനിപ്പാനിടയായി തീരും. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാൻ തക്ക നമ്മുടെ തീർന്നാൽ ദൈവം നിന്നെ ഒന്നാമനാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ആമേ. സംസാരിപ്പാൻ അവസരം നിവാസത്തോടും ദിവസങ്ങളോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദിവസം ദൈവം നമ്മെ സഹായിക്കും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സഭാവർഷത്തിൻ്റെ പ്രാരംഭ ബുധനാഴ്ച നടക്കുന്ന ഫാസ്റ്റിംഗ് പ്രെയറിൽ ഇത്രയും ദൈവജനത്തെ കർത്താവ് കൊണ്ടുവന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന കൊച്ചും